ഹലോ ഹായ്. ഇന്ന് നമ്മൾ പെർക്കിലെ അടുത്ത ഒരു പാർട്ടിലോട്ടാണ് പോണത്. മെഡിക്കൽ ഫെസിലിറ്റി എപ്പോഴും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ്. അപ്പോൾ അതൊന്നും മനസ്സിലാക്കി വെക്കണം. ഓക്കെ. പിന്നെ പെർക്ക് നമ്മൾ പറഞ്ഞല്ലോ, ഓരോരോ ഘട്ടമായിട്ടാണ് നമ്മൾ തീർക്കാൻ പോണത്. കാരണം അതായിരിക്കുമല്ലോ അതിന് എന്താ പറയുക, നിങ്ങൾക്ക് മനസ്സിലാകാനും എല്ലാത്തിനും എളുപ്പം അതായിരിക്കും എന്ന് വിചാരിക്കണം. ഒറ്റ വീഡിയോ ഇടുന്നതിലും മനസ്സിലാകാനായിട്ട് എളുപ്പം ആ കുഞ്ഞു വീഡിയോകളായിട്ട് ഇടുന്നതായിരിക്കുള്ളൂ. ഇനി മെഡിക്കൽ ഫെസിലിറ്റി പറയുവാണെന്നുണ്ടെങ്കിൽ, മെഡിക്കൽ ഫെസിലിറ്റി നമ്മൾ പറഞ്ഞു, പെർക്ക് പൊതുവേ നമുക്ക് ടാക്സബിൾ ആവുന്നത് തന്നെ എംപ്ലോയർ എന്തെങ്കിലും എംപ്ലോയിക്ക് വേണ്ടി ചെയ്യുമ്പോഴാണ് അത് ആ എംപ്ലോയി അതിൻ്റെ ബെനിഫിറ്റ് അനുഭവിക്കുന്നതുകൊണ്ടാണ് അത് എംപ്ലോയിക്ക് അത് ടാക്സബിൾ ആവണം അല്ലേ. ഇവിടെ ഈ കേസിലും ഇതേപോലെ തന്നെയാണ്. എന്താണ്, എംപ്ലോയർ എന്തെങ്കിലും എംപ്ലോയിക്ക് തന്നിട്ടുണ്ടെങ്കിൽ, അതായത് മെഡിക്കൽ ഫെസിലിറ്റി ആയിട്ട് എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അവിടെ അതാണ് ഇതിൽ ടാക്സബിൾ ആയിട്ട് മാറുന്നത്. ഈ മെഡിക്കൽ ഫെസിലിറ്റിയുടെ കാര്യം നോക്കാൻ നേരത്തെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന്, ഇന്ത്യയിൽ ചെയ്യണ മെഡിക്കൽ ഫെസിലിറ്റി ഉണ്ട്. ഓക്കെ, ഇന്ത്യയിൽ ചെയ്യണ മെഡിക്കൽ ഫെസിലിറ്റി ഉണ്ട്. അതേപോലെ തന്നെ എന്താണ്, ഔട്ട്സൈഡ് ഇന്ത്യയിൽ ചെയ്യണ മെഡിക്കൽ ഫെസിലിറ്റി ഉണ്ട്. ഓക്കെ, ഇന്ത്യയിൽ ചെയ്യണ മെഡിക്കൽ ഫെസിലിറ്റി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് നോക്കാം, അതായത് ഏതൊക്കെയാണ് ടാക്സബിൾ ആവണമെന്നുള്ളത് നോക്കാം. ഓക്കെ, മെഡിക്കൽ ഫെസിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ടായിട്ട് തന്നെ തിരിക്കാം. ഒന്ന് ഇന്ത്യയിൽ ചെയ്യണ മെഡിക്കൽ ഫെസിലിറ്റി എന്നും, നെക്സ്റ്റ് എന്താണ്, ഔട്ട്സൈഡ് ഇന്ത്യയിൽ ചെയ്യണ മെഡിക്കൽ ഫെസിലിറ്റി എന്നും. ഓക്കെ, ഇനി ഇത് ഇപ്പൊ നമുക്ക് ഫസ്റ്റ് കേസ് എടുക്കുന്നത് ഇന്ത്യയിൽ ചെയ്യണ മെഡിക്കൽ ഫെസിലിറ്റി നോക്കാം. ഓക്കെ, ഈ മെഡിക്കൽ ഫെസിലിറ്റി എന്ന് പറയുമ്പോൾ ഒന്നില്ലെന്നുണ്ടെങ്കിൽ എംപ്ലോയിക്കാവും, അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സിനാവാം. എങ്ങനെയാവാം, നമുക്ക് ഒന്നില്ല എന്നുണ്ടെങ്കിൽ എംപ്ലോയിക്ക് തന്നെയായി മെഡിക്കൽ ഫെസിലിറ്റി കൊടുക്കുന്ന എംപ്ലോയിക്ക് തന്നെയാവാം. ഓക്കെ, എന്ന് കാണിക്കാം, എംപ്ലോയിക്ക് തന്നെയാവാം. അല്ലാന്നുണ്ടെങ്കിൽ ആർക്കാവാം, ഫാമിലി മെമ്പേഴ്സിനും ആവാം. ഓക്കെ, ഫാമിലി മെമ്പേഴ്സിനും എന്ത് കൊടുക്കാം, മെഡിക്കൽ ഫെസിലിറ്റി കൊടുക്കുകയാണെങ്കിൽ അതും ഇതിൽ തന്നെ വരും. എംപ്ലോയിക്ക് അല്ലല്ലോ, ഫാമിലി മെമ്പേഴ്സിനല്ലേ എന്ന് വിചാരിച്ച് നിങ്ങൾ എടുക്കാതിരിക്കരുത്. എംപ്ലോയിക്ക് ആവാം, ഫാമിലി മെമ്പേഴ്സിനും ആവാം കിട്ടുന്നത്. ഓക്കെ, ഈ ഫാമിലി മെമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരൊക്കെ പെടും എന്നുള്ളതാണ് അടുത്ത ഒരു ക്വസ്റ്റ്യൻ വരണം അല്ലെ. ഫാമിലി മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ആരൊക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആവും എന്നുള്ളത് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളൊന്ന് നോക്കേണ്ട കാര്യമാണ്. ആരൊക്കെ വരും അതിൽ, സ്പൗസ് വരും. ഓക്കെ, സ്പൗസ് വരും, ചിൽഡ്രൻ വരും, സ്പൗസ് വരും, ചിൽഡ്രൻ വരും. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. അതേപോലെ തന്നെ രണ്ടാമത്തെ കേസായിട്ട് വരുന്നതാണ് ആര്, പാരൻസ്, ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്. ഓക്കെ, അവരൊക്കെ എന്താണ്, ബ്രദേഴ്സും സിസ്റ്റേഴ്സും ആണെന്നുണ്ടെങ്കിൽ, പാരൻസ്, ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവരെന്താണ്, വൂളി ഓർ മെയിൻലി ഡിപ്പെൻഡ് ആയിരിക്കണം അല്ലെ. മുഴുവനായിട്ടാവാം അല്ലെങ്കിൽ മെയിനായിട്ടും ഡിപ്പെൻഡ് ആവുന്നവരെയാണ് നമ്മൾ എന്താണ് ഈ ഇതിൽ മെയിനായിട്ട്, അതായത് എംപ്ലോയിന് മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നവരായിരിക്കണം. ഓക്കെ, അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ഇതിൽ ഫാമിലി മെമ്പേഴ്സ് എന്ന് പറയുന്നത്. സ്പൗസും ചിൽഡ്രനും ആയിട്ടുണ്ടെങ്കിൽ അവരെന്തായാലും അല്ലെ ഡിപ്പെൻഡ് ആണ്, അതുകൊണ്ട് അത് അവർക്ക് എന്തായാലും മെഡിക്കൽ ഫെസിലിറ്റി കിട്ടും. പിന്നെ പാരൻസും ബ്രദേഴ്സും സിസ്റ്റേഴ്സും ആണോ, അവർ മെയിനായിട്ടാണോ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന എംപ്ലോയിനെ എന്നുള്ളത് വെച്ചിട്ടാണ് അവിടെ മെഡിക്കൽ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യണത്. ഓക്കെ, ഇനി ഇതിന്റെ കേസസിൽ, ഇന്ത്യയിൽ നടക്കുന്ന കേസസിൽ രണ്ടായിട്ട് വീണ്ടും തിരിക്കും. ഇന്ത്യയിൽ മെഡിക്കൽ ഫെസിലിറ്റി കിട്ടുന്ന കേസിന് രണ്ടായിട്ട് വീണ്ടും തിരിക്കും. എങ്ങനെയാണ്, ഒന്ന് ടാക്സബിൾ എന്നും ഇനി ഒന്ന് നോൺ ടാക്സബിൾ എന്നും. ഓക്കെ, ഇനി ഒന്ന് എക്സംപ്റ്റഡ്, അങ്ങനെ പറയാം, എക്സംപ്റ്റഡ് എന്നും. ഓക്കെ, ഒന്ന് ടാക്സബിൾ ആയിട്ടുള്ള പെർക്വിസിറ്റ് എന്നും, അതായത് മെഡിക്കൽ ഫെസിലിറ്റി ടാക്സബിൾ ആയിരിക്കുള്ളൂ. ഇനി ഒന്നിൽ എക്സംപ്റ്റഡ് ആയിരിക്കുള്ളൂ. ഓക്കെ, ഇതാണ് നമുക്കിനി പഠിക്കേണ്ടത്. അതിൽ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം, എക്സംപ്റ്റഡ് ആയിട്ടുള്ള കേസസ് ഒക്കെ നോക്കാം. എക്സംപ്റ്റഡ് ആയിട്ടുള്ള കേസ് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എന്താണ്, ബാലൻസ് എല്ലാം എന്തായിരിക്കുള്ളൂ, ബാലൻസ് എല്ലാം നമുക്ക് ടാക്സബിൾ ആയിട്ടായിരിക്കും വരുന്നത് അല്ലെ. എക്സംപ്റ്റഡ് ആയിട്ടുള്ളതിനെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അതിന് 1, 2, 3 സ്റ്റേജ് ആയിട്ടൊന്ന് തിരിച്ചു നോക്കാം. ഓക്കെ, ഒന്നാമത്തത്, അതായത് ഇപ്പൊ ഹോസ്പിറ്റലിലാണ് ട്രീറ്റ്മെന്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ അത് ഏത് തരത്തിലുള്ള ഹോസ്പിറ്റലാവണം, അതാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ഹോസ്പിറ്റലാണെന്നുണ്ടെങ്കിൽ ഏത് തരത്തിലുള്ള ഹോസ്പിറ്റൽ വേണം. ഓക്കെ, ആ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എന്തായിരിക്കണം, ഒന്നില്ലെങ്കിൽ ഫസ്റ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആയിരിക്കണം. ഇതിന് നമുക്കൊരു ഫസ്റ്റ് കാറ്റഗറിയിൽ നിന്ന് എടുക്കാം. ഓക്കെ, ഫസ്റ്റ് കാറ്റഗറിയാണ് ഹോസ്പിറ്റൽ. അതിൽ പറഞ്ഞത് എന്തായിരിക്കണം, ഒന്ന് ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആയിരിക്കണം.
ഓക്കെ, ഒന്ന് ഗവൺമെന്റ് ഹോസ്പിറ്റലായിരിക്കണം. ഗവൺമെന്റ് ഹോസ്പിറ്റലാണെന്നുണ്ടെങ്കിൽ അവിടെ ട്രീറ്റ്മെന്റ് എടുത്തത് ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കുള്ളൂ, അത് എന്താണ് എക്സംപ്റ്റഡ് ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ അല്ല എടുത്തതെന്നുണ്ടെങ്കിൽ അതിന്റെ നമ്മുടെ എംപ്ലോയറുടെ ഹോസ്പിറ്റലായിരിക്കണം. ഓക്കെ, ഹോസ്പിറ്റൽ ഓൺഡ് ബൈ എംപ്ലോയർ ആയിരിക്കണം. എംപ്ലോയർ എന്ന് എടുക്കാം. ഓക്കെ, ഹോസ്പിറ്റൽ ഓൺഡ് ബൈ എംപ്ലോയർ ആയിരിക്കണം. അതുമല്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം, ഒന്ന് ചീഫ് കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ്. ചീഫ് കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് അപ്രൂവ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലായിരിക്കണം. ഹോസ്പിറ്റലിന്റെ കേസിലാണ് ഫസ്റ്റ് എക്സംഷൻ കിട്ടുന്നത്. ആ എക്സംഷൻ ആണെന്നുണ്ടെങ്കിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലായിരിക്കണം, അല്ലെങ്കിൽ ഓണറുടെ തന്നെ ഹോസ്പിറ്റലായിരിക്കണം. അതും അല്ലാന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം, ചീഫ് കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് അപ്രൂവ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിലായിരിക്കണം എടുത്ത ട്രീറ്റ്മെന്റിനാണ് അല്ലെങ്കിൽ അതിനെടുത്ത എക്സ്പെൻസിനാണ് നമുക്ക് എക്സംഷൻ കിട്ടുക. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി അടുത്ത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻഷുറൻസ്. സെക്കൻഡ് കേസസ് എന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസ്. ഓക്കെ, ഇൻഷുറൻസിന്റെ കേസ് എന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസ് നമുക്ക് ഇപ്പൊ എന്താ പറയാ, ഏതൊക്കെ തരത്തിലുള്ള ഇൻഷുറൻസിലാണെന്നുള്ളത്. ഓക്കെ, അതായത് എന്താ പറയാ, ഒരു ആക്സിഡന്റൽ ഇൻഷുറൻസ് എടുക്കും അല്ലെ, ആക്സിഡന്റൽ ഇൻഷുറൻസ് എടുക്കും, ആക്സിഡന്റൽ ഇൻഷുറൻസ് ഉണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടാവും. ഓക്കെ, അതുമല്ല എന്നുണ്ടെങ്കിൽ എന്താണ്, ഗ്രൂപ്പ് ആയിട്ടുള്ള മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ടാവും. ഓക്കെ, ഗ്രൂപ്പ് ആയിട്ടുള്ള മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ടാവും. ഓക്കെ, അങ്ങനെയുള്ളതിനാണ് നമുക്ക് എന്ത് പറയണത്, നമുക്കിവിടെ ഇൻഷുറൻസ് എന്നുള്ളതിന് നമുക്ക് എക്സംഷൻ കിട്ടുന്നത്. പിന്നെ അതല്ലാതെ വേറെ കേസസ് ആണ്. മൂന്നാമത്തെ കേസ് ഉണ്ട്, ഇതിലൊന്നും പെടാത്ത മൂന്നാമത്തെ കേസ് ഉണ്ട്. ആ മൂന്നാമത്തെ കേസസ് ആണ് അതർ കേസസ് നോക്കാം. ഓക്കെ, അതർ കേസസ് മൂന്നാമത്തെ കേസസ് ആണ് എന്താണ്, ഇപ്പോ നമ്മുടെ ഓഫീസിൽ മെഡിക്കൽ ഫെസിലിറ്റി ഉണ്ട്. മെഡിക്കൽ ഫെസിലിറ്റി നമ്മുടെ ഓഫീസിൽ തന്നെ പ്രൊവൈഡ് തരുന്നുണ്ട്. എംപ്ലോയർ മെഡിക്കൽ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. ആർക്ക് വേണ്ടി, എംപ്ലോയീസിന് വേണ്ടി. അങ്ങനെയുള്ള കേസസ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്, ഇവിടെ എക്സംപ്റ്റഡ് ആണ്. ഓക്കെ, അതായത് അറ്റ് ഓഫീസിൽ തന്നെ കിട്ടുന്ന മെഡിക്കൽ ഫെസിലിറ്റി, ഓഫീസിൽ തന്നെ കിട്ടുന്ന മെഡിക്കൽ ഫെസിലിറ്റി, എംപ്ലോയർ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് ഓഫീസിൽ തന്നെ എന്തെങ്കിലും ഒരു മെഡിക്കൽ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എന്താണ്, എക്സംപ്റ്റഡ് ആണ്. അതേപോലെ തന്നെ COVID-19 സമയത്തില്ലേ, ഓക്കെ, COVID-19 സമയത്ത് നമുക്ക് ട്രീറ്റ്മെന്റ് എക്സ്പെൻസിനൊക്കെ റീഇംബേഴ്സ്മെന്റ് ഉണ്ടായിരുന്നു. ഓക്കെ, COVID-19 അത്ര ഇതായിട്ട് പിടിച്ചിരുന്ന സമയത്ത് നമുക്ക് ട്രീറ്റ്മെന്റിനൊക്കെ എക്സംഷൻ ഉണ്ടായിരുന്നു. ആ കോവിഡിന്റെ ട്രീറ്റ്മെന്റിന് മാത്രമല്ല, ആ കോവിഡ് വന്നതിലിരുന്ന് ഒരു 6 മാസം വരെ അത് റിലേറ്റഡ് ആയിട്ട് വേറെ ഏതെങ്കിലുമൊക്കെ ഡിസീസ് ഉണ്ടാവില്ലേ, അതിനും ഒക്കെ എല്ലാ എക്സ്പെൻസിന് ഒക്കെ നമുക്ക് എന്ത് ചെയ്തു, റീഇംബേഴ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കിട്ടുന്ന റീഇംബേഴ്സ്മെന്റും എന്തായിട്ടാണ് ഇവിടെ എക്സംപ്റ്റഡ് ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, പക്ഷെ അവിടെ എന്ത് ചെയ്യണം, അത് എംപ്ലോയിക്കോ ഫാമിലി മെമ്പേഴ്സിനോ കിട്ടാം. ഓക്കെ, അവിടെ എന്തായിരിക്കണം, നമ്മൾ അവിടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. എംപ്ലോയർക്ക് റിപ്പോർട്ട് കൊടുത്തിരിക്കണം. എംപ്ലോയിക്ക് ഇപ്പോൾ COVID-19 ഉണ്ട് അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസസ് ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ചുമ്മാ വാക്കാല പറഞ്ഞാൽ മതിയോ? ഇല്ല, അങ്ങനെ വാക്കാല പറയാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം, അതിനായിട്ടുള്ള റിപ്പോർട്ട് ഡോക്യുമെന്റ്സ് കൊടുത്തിരിക്കണം. എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്, ഒന്നില്ലെങ്കിൽ COVID-19 ആയി പോസിറ്റീവായി എന്ന് കാണിക്കുന്ന ഏതെങ്കിലും റിപ്പോർട്ട് ഉണ്ടായിരിക്കണം. ഇനി COVID-19 റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും അസുഖങ്ങൾ എനിക്ക് 6 മന്ത്സിനുള്ളിൽ വന്നിട്ടുണ്ട് എന്ന് തെളിയിക്കുന്നതിനുള്ള എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ്സ് കാണിച്ചിരിക്കണം. ഓക്കെ, അത് ഏത് പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആണെങ്കിലും എവിടെയാണെങ്കിലും അതെന്തായിരിക്കുള്ളൂ, അത് എക്സംപ്റ്റഡ് ആയിട്ട് തന്നെയായിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, ഇത്രയും കേസസിന് മാത്രമേ നമുക്ക് മെഡിക്കൽ ഫെസിലിറ്റി ഇന്ത്യയിൽ നടത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സംഷൻ കിട്ടുള്ളൂ. ബാലൻസ് എല്ലാ കേസും എന്തായിരിക്കുള്ളൂ, ഫുള്ളി ടാക്സബിൾ ആയിരിക്കുള്ളൂ. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്, മെഡിക്കൽ ഫെസിലിറ്റി ഇന്ത്യയിലാണ് നടത്തുന്നതെന്നുണ്ടെങ്കിൽ ആർക്കാണ്, എംപ്ലോയിക്കോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനോ നമുക്ക് എക്സംഷൻ കിട്ടും. അത് എങ്ങനെയാണ് നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. ഒന്ന് ഹോസ്പിറ്റലിലാണ് നമ്മൾ എന്തായാലും ചികിത്സയ്ക്കുള്ളൂ അല്ലെ, ഹോസ്പിറ്റലാണെന്നുണ്ടെങ്കിൽ അത് ഏത് തരത്തിലുള്ള ഹോസ്പിറ്റലായിരിക്കണം,
ഒന്നില്ലെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആയിരിക്കണം, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ എംപ്ലോയറുടെ പേരിൽ തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ ചീഫ് കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് അപ്രൂവ് ചെയ്തിട്ടുള്ള ഹോസ്പിറ്റൽ ആയിരിക്കണം. പിന്നെ നമ്മളെല്ലാം ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. അതെന്താ ആക്സിഡന്റ് ഇൻഷുറൻസോ ഹെൽത്ത് ഇൻഷുറൻസോ ഗ്രൂപ്പ് മെഡിക്കൽ ഇൻഷുറൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അതിനും എക്സംപ്ഷൻ ഉണ്ടാവും. പിന്നീട് എന്താണ്, ഓഫീസിൽ തന്നെ എന്തെങ്കിലും ഒരു മെഡിക്കൽ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുവാണ് എംപ്ലോയർ എംപ്ലോയിക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ കേസസിൽ നമ്മൾ എന്തായിരിക്കുള്ളൂ, എക്സംപ്ഷൻ കിട്ടും. COVID-19 റിലേറ്റഡ് ആയിട്ട് വന്ന അസുഖങ്ങളോ COVID-19 പോസിറ്റീവ് ആയിട്ടുള്ള കേസസിലോ അതും എന്താണ് എക്സംപ്ഷൻ ഉണ്ടാവും. പക്ഷെ അതിന്റെ ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, ഇതാണ് ഇന്ത്യയിലെ മെഡിക്കൽ ഫെസിലിറ്റിയിൽ നമ്മൾ പറയുന്നത്. ബാലൻസ് എല്ലാം എന്തായിരിക്കുള്ളൂ, ബാലൻസ് എല്ലാം ടാക്സബിൾ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് പ്രധാനമായിട്ട് നോക്കേണ്ടതാണ് ഔട്ട്സൈഡ് ഇന്ത്യ. ഔട്ട്സൈഡ് ഇന്ത്യയിൽ നടക്കുന്ന, ഔട്ട്സൈഡ് ഇന്ത്യയിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഡിസീസ് വന്നു ഔട്ട്സൈഡ് ഇന്ത്യയിലാണ് നമ്മൾ ട്രീറ്റ്മെന്റിന് പോകുന്നത്. അങ്ങനെയുള്ള കേസസിൽ നമുക്ക് എങ്ങനെയാണ് അതിന്റെ എക്സംപ്ഷൻ കിട്ടുക എന്നുള്ളതാണ് ഇനി അടുത്ത് നോക്കാൻ പോകുന്നത്. എങ്ങനെയാണ് നമ്മൾ ടാക്സബിൾ ആകുക, അല്ലെങ്കിൽ എത്രയൊക്കെ നമുക്ക് ലിമിറ്റ് ഉണ്ട്, നമുക്ക് എത്രയൊക്കെ എമൗണ്ടിൽ എക്സംപ്ഷൻ കിട്ടും, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇനി ഔട്ട്സൈഡ് ഇന്ത്യ എന്നുള്ള ഇതിൽ നോക്കേണ്ടത്. ഇപ്പൊ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കി, ഔട്ട്സൈഡ് ഇന്ത്യയിലേക്കാണ് നമ്മൾ പോകുന്നത് അല്ലെ. ഔട്ട്സൈഡ് ഇന്ത്യയിലേക്ക് പോകാൻ നേരത്തേക്ക് നമുക്ക് ഫസ്റ്റ് എന്തായിരിക്കും വേണം, രോഗി ഒറ്റയ്ക്ക് പോകാൻ പറ്റുമോ? ഇല്ല, രോഗിയുടെ കൂടെ ആരെങ്കിലും ഒരാളും കൂടി ഉണ്ടാവും അല്ലെ. രോഗീനെ പരിചരിക്കാനും അവരുടെ ഒരു ഹെൽപ്പായിട്ട് നിൽക്കാനും എല്ലാത്തിനും വേണ്ടിയിട്ട് എന്താണ്, ഒരാളെയും കൂടി നമുക്ക് കൂടെ കൂട്ടാവുന്നതാണ്. ഒരു പേഴ്സൺ, ഒറ്റ ഒരാളെ കൂട്ടാൻ പറ്റുള്ളൂ. ഓക്കെ, പ്ലസ് 1 പേഴ്സൺ. പ്ലസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പണിയോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, +1 പേഴ്സൺ, ഒരു പേഴ്സണെയും കൂടി നമുക്ക് കൂട്ടാവുന്നതാണ്. ഓക്കെ, എംപ്ലോയിക്കോ ഫാമിലി മെമ്പറിനോ, അത് കറക്റ്റായിട്ട് ഇവിടെ അതേപോലെ തന്നെ ആയിട്ടും എംപ്ലോയിക്കോ ഫാമിലി മെമ്പേഴ്സിനോ ഇവിടെ ട്രീറ്റ്മെന്റ് പോയിട്ടുണ്ടെങ്കിൽ അതിനുള്ള എക്സംപ്ഷൻ കിട്ടും. ഓക്കെ, എംപ്ലോയിക്കും കിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനും കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു പേഴ്സണെ കൂടി നമ്മൾക്ക് കൂട്ടാം. അതേപോലെ തന്നെ എംപ്ലോയിക്കോ ഫാമിലി മെമ്പേഴ്സിനോ എന്തെങ്കിലും ചികിത്സ ഔട്ട്സൈഡ് ഇന്ത്യയിൽ വേണമെന്നുണ്ടെങ്കിൽ അതിനും എക്സംപ്ഷൻ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഇനി നോക്കട്ടെ കാര്യം. ഇനി നമുക്ക് നമ്മൾ ചികിത്സയ്ക്ക് വേണ്ടി പോവുകയാണ്, ഔട്ട്സൈഡ് ഇന്ത്യയിലേക്കാണ് പോകുന്നത്. ഔട്ട്സൈഡ് ഇന്ത്യയിലേക്ക് പോകണമെങ്കിൽ നമ്മൾ പറഞ്ഞു എന്താണ്, ഒന്നില്ലെങ്കിൽ എംപ്ലോയിക്കാവാം, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിന് ചികിത്സയ്ക്ക് വേണ്ടി പോകാം. അവിടെ എന്താണ്, ഒരാളെയും കൂടി നമുക്ക് കൂട്ടാം. ഓക്കെ, രോഗിക്ക് ഒരാളെയും കൂടി ഹെൽപ്പിന് വേണ്ടിയിട്ട് കൊണ്ടുപോകാം, അതും പറഞ്ഞു. ഇനി നമ്മൾ എങ്ങനെ പോവുക, നമുക്കൊരു ട്രാവലിംഗ് എക്സ്പെൻസ് വേണം അല്ലെ. ട്രാവലിംഗ് എക്സ്പെൻസ് വേണം. പിന്നെ ട്രാവലിംഗ് എക്സ്പെൻസ് മാത്രം മതിയോ? അല്ല, അവിടെ പോയി നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് അവിടെ താമസിക്കണം അല്ലെ. താമസിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അവിടെ സ്റ്റേ എക്സ്പെൻസ് കിട്ടണം. ഓക്കെ, സ്റ്റേ എക്സ്പെൻസ് കിട്ടണം. ട്രാവലിംഗ് ചെയ്ത് അവിടെ എത്തണം, അവിടെ താമസിക്കണം അല്ലെ. അതേപോലെ തന്നെ എന്ത് ചെയ്യണം, ട്രീറ്റ്മെന്റ് നടത്തണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ, 3 കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം, അവിടെ എന്തായാലും വേണം. ഔട്ട്സൈഡ് ഇന്ത്യ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ട്രാവൽ ചെയ്യണം, അവിടെ താമസിക്കണം, അവിടെ ട്രീറ്റ്മെന്റിനുള്ള സൗകര്യം വേണം. ഈ 3 കാര്യങ്ങൾക്കാണ് ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് ഔട്ട്സൈഡ് ഇന്ത്യയിലുള്ളത് നമുക്ക് എത്ര എക്സംപ്ഷൻ കിട്ടും എന്നുള്ളത് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി ഫസ്റ്റ് കേസ് നമുക്ക് എടുക്കാം. എന്താണ് ഫസ്റ്റ് കേസ് നമുക്ക് എടുക്കാൻ പോകുന്നത്, നമുക്ക് ട്രാവൽ ചെയ്താലല്ലേ അവിടെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് കേസ് നമുക്ക് നോക്കാം, ട്രാവലിംഗ് എക്സ്പെൻസ്. ട്രാവലിംഗ് എക്സ്പെൻസ് ആണ് നമ്മൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ട്രാവലിംഗ് എക്സ്പെൻസ് നമുക്ക് നോക്കാം. അതിലെന്താന്ന് വെച്ചാൽ അതിൽ ഒന്ന് എക്സംപ്ഷൻ ആയിട്ട് കിട്ടും, ഇനി ഒന്ന് ടാക്സബിൾ ആയിട്ടുണ്ടാവും. അപ്പൊ നമുക്കിവിടെ ഇങ്ങനെ എടുക്കാം. ഓക്കെ, ട്രാവലിംഗ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഒന്ന് എന്തായിരിക്കുള്ളൂ, ഒന്ന് നമുക്ക് എക്സംപ്റ്റ് കിട്ടും, ഇനി ഒന്ന് ടാക്സബിൾ ആയിരിക്കും. ഓക്കെ, എല്ലാ കേസും ഇങ്ങനെ രണ്ടായിട്ട് നമുക്ക് തിരിക്കാം. ഒന്ന് എക്സംപ്റ്റഡ് ആയിരിക്കും, ഇനി ഒന്ന് ടാക്സബിൾ ആയിരിക്കും എന്ന് പറഞ്ഞ് രണ്ടായിട്ട് നമുക്ക് തിരിക്കാം. ഓക്കെ, ഇനി അതിൽ ഫസ്റ്റ് നോക്കാൻ പോകണം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാവലിംഗ് എക്സ്പെൻസിന് നമുക്ക് എക്സംപ്ഷൻ കിട്ടുന്നത് RBI ലിമിറ്റ് വരെയാണ്. അതെ, നമ്മൾ ഒരു ലിമിറ്റ് RBI പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, ആ ലിമിറ്റ് എന്താന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യനിൽ തരും. ഓക്കെ, ആ ലിമിറ്റ് വരെ മാത്രമേ നമുക്ക് എക്സംപ്ഷൻ കിട്ടുള്ളൂ. അതെത്രയാണ് ലിമിറ്റ് എന്നുള്ളത് ക്വസ്റ്റ്യനിൽ തരും. അതനുസരിച്ച് നമ്മൾ ആ ലിമിറ്റ് വരെ മാത്രമേ നമുക്ക് എക്സംപ്ഷൻ എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ ടാക്സബിൾ ആയിട്ട് എന്തായിരിക്കുള്ളൂ, മോർ ദാൻ ദാറ്റ് അല്ലേ, മോർ ദാൻ RBI ലിമിറ്റ്. RBI ലിമിറ്റിന് കൂടുതൽ വരുവാണെങ്കിൽ അത് ടാക്സബിൾ ആകും. ഓക്കെ, ഈ ട്രാവലിംഗ് എക്സ്പെൻസും അതേപോലെ തന്നെ സ്റ്റേ എക്സ്പെൻസിനും എന്തായിട്ട് തന്നെയാണ്, സെയിം ആയിട്ട് തന്നെയാണ് ഇത് പറയുന്നത്, സെയിം ആണ്. ഓക്കെ, ട്രാവലിംഗ് എക്സ്പെൻസ് ആയാലും
സ്റ്റേ എക്സ്പെൻസ് ആയാലും നമുക്ക് എക്സംപ്റ്റേഷൻ കിട്ടണതും ടാക്സബിൾ ആവുന്നതും ഒരേ ബേസിസിൽ തന്നെയാണ്. എങ്ങനെയാണ്? RBI ലിമിറ്റ് അനുസരിച്ച് എത്രയാണോ RBI ലിമിറ്റ് അതുവരേക്കും നമുക്ക് എന്തായിരിക്കും എക്സംപ്ഷൻ കിട്ടും. ടാക്സബിൾ ആവണമെന്നുണ്ടെങ്കിൽ RBI ലിമിറ്റിന് മുകളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിന് ടാക്സബിൾ ആയി മാറുകയും ചെയ്യും. അത് സ്റ്റേ എക്സ്പെൻസ് ആയാലും ശരി, ട്രാവലിംഗ് എക്സ്പെൻസ് ആയാലും ശരി. അപ്പോൾ മൂന്നാമത്തെ എന്താണ് നമുക്ക് നോക്കേണ്ടത്? സോറി, ഞാനിവിടെ പറഞ്ഞതിലൊരു വ്യത്യാസമുണ്ട്. ട്രാവലിംഗ് എക്സ്പെൻസ് അല്ല, ട്രീറ്റ്മെന്റ് എക്സ്പെൻസ് ആണ്. സോറി ട്രീറ്റ്മെന്റ് എക്സ്പെൻസ് ആണ് കേട്ടോ. എല്ലാവരും ഒന്ന് മാറ്റി തന്നെ വായിക്കണേ. ട്രീറ്റ്മെന്റ് എക്സ്പെൻസിനും സ്റ്റേ എക്സ്പെൻസിനുമാണ് RBI ലിമിറ്റ് പറയുന്നത്. ട്രീറ്റ്മെന്റ് എക്സ്പെൻസിനും സ്റ്റേ എക്സ്പെൻസിനുമാണ് RBI ലിമിറ്റ് പറയുന്നത്. ഓക്കെ, ഇനി ട്രാവലിംഗ് എക്സ്പെൻസിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഇതാണുള്ളത്. അപ്പൊ ഏതിനാണ് ഒരേ ലിമിറ്റിൽ പറയുന്നത്? ഒരേ ലിമിറ്റ് ആയിട്ട് പറയുന്നത് ഏതാണ്? ഒന്ന് ട്രീറ്റ്മെന്റ് എക്സ്പെൻസും സ്റ്റേ എക്സ്പെൻസും ആണ് ഒരേ ലിമിറ്റിൽ പറയുന്നത്. RBI ലിമിറ്റ് അനുസരിച്ച് നമുക്ക് എക്സംപ്ഷൻ കിട്ടുന്നത് ട്രീറ്റ്മെന്റ് എക്സ്പെൻസിനാണ്, സ്റ്റേ എക്സ്പെൻസിനുമാണ്. അതിന് RBI ലിമിറ്റിന്റെ മുകളിൽ പോയിട്ടുണ്ടെങ്കിൽ ടാക്സബിൾ ആവുന്നത് ട്രീറ്റ്മെന്റ് എക്സ്പെൻസും സ്റ്റേ എക്സ്പെൻസും ആണ്. ഓക്കെ, ഇനി ട്രാവലിംഗ് എക്സ്പെൻസിന് നമുക്ക് ഇതേപോലെ തന്നെ എന്ത് ചെയ്യാം? എക്സംഷനും ഉണ്ടാവും, ടാക്സബിളും ഉണ്ടാവും. ട്രാവലിംഗ് എക്സ്പെൻസിന്റെ കേസ് മാത്രം അവിടെ എന്താണ്? ഇത്തിരി വ്യത്യാസമാണ്. ട്രാവലിംഗ് വ്യത്യാസമുണ്ട്. ട്രാവലിംഗ് എക്സ്പെൻസിന്റെ കേസാണ് വ്യത്യാസമുള്ളത്. ട്രീറ്റ്മെന്റ് എക്സ്പെൻസും സ്റ്റേ എക്സ്പെൻസും RBI ലിമിറ്റ് അനുസരിച്ചാണ്. അത് ഞാൻ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണ്. നിങ്ങളൊന്ന് തിരുത്തി ഒന്ന് മനസ്സിലാക്കി തന്നെ എടുക്കണേ. ആരും തെറ്റിക്കരുത്, ആരും കൺഫ്യൂസ് ആവരുത്. ഓക്കെ, ഇനി ട്രാവലിംഗ് എക്സ്പെൻസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സംപ്ഷൻ കിട്ടണം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകം 2 lakh വരേക്കും വരുവാണെന്നുണ്ടെങ്കിൽ ഗ്രോസ് ടോട്ടൽ ഇൻകം GTA ഗ്രോസ് ടോട്ടൽ ഇൻകം അപ് ടു 2 lakh. ഓക്കെ, അപ് ടു 2 lakh ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എക്സംപ്ഷൻ കിട്ടും. ഓക്കെ, ഗ്രോസ് ടോട്ടൽ ഇൻകം അപ് ടു 2 lakh വരെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എക്സംപ്ഷൻ കിട്ടും. അപ്പോൾ ടാക്സബിൾ ആവണം എന്തെങ്ങനെ ഇരിക്കുള്ളൂ? ടാക്സബിൾ ആണ് ഗ്രോസ് ടോട്ടൽ ഇൻകം മോർ ദാൻ 2 lakh. ഓക്കെ, മോർ ദാൻ 2 lakh വന്നിട്ടുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും? ടാക്സബിൾ ആയിരിക്കും. ഓക്കെ, ഇനി ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, എല്ലാ ഹെഡും കൂടി കൂട്ടി അതിന്റെ ഇൻകം കാണുന്നതിനെയാണ് എന്ത് പറയണത്? ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. അത് നമുക്കറിയാം. ഓക്കെ, ഓൾ ഹെഡ്സ് അല്ലെ, എല്ലാ ഹെഡും വരും. അതിന്റെ കൂടെ എന്തൊക്കെ കൂടി വരണം? എന്തൊക്കെ കൂടി ആഡ് ചെയ്യണം? ഈ ട്രീറ്റ്മെന്റ് എക്സ്പെൻസ് ഇല്ലേ, ട്രീറ്റ്മെന്റ് എക്സ്പെൻസ് നമ്മളിപ്പോ നേരെ കണ്ടുപിടിക്കൂലേ, ആ ട്രീറ്റ്മെന്റ് എക്സ്പെൻസും പ്ലസ് എന്താണ്? ആ സ്റ്റേ എക്സ്പെൻസും കൂടി ആഡ് ചെയ്യണം. ഗ്രോസ് ടോട്ടൽ ഇൻകം ആ 2 lakhന്റെ ലിമിറ്റ് നോക്കാനായിട്ട് എല്ലാ ഹെഡും കൂടി കൂട്ടുന്നതാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം. അതാണ് നമുക്കറിയാം. അതിന്റെ കൂടെ തന്നെ ഈ ട്രീറ്റ്മെന്റ് എക്സ്പെൻസ്, മേലെ പറഞ്ഞ ട്രീറ്റ്മെന്റ് എക്സ്പെൻസും അതേപോലെ തന്നെ സ്റ്റേ എക്സ്പെൻസും എത്രയാണോ വന്നത് അതും കൂടി ആഡ് ചെയ്യണം. ഓക്കെ, ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം ആണ് എന്ത് ടാക്സബിൾ ആയിട്ട് മാറുന്നത്. ഓക്കെ, ഇനി എന്താണ്? ഇനി ഇതില് വേറെ ഈ 2 കേസേ ഉള്ളൂ. ഒന്ന് ഇന്ത്യയിൽ നടത്തുന്നത്, ഇനി ഒന്ന് ഔട്ട്സൈഡ് ഇന്ത്യയിൽ നടത്തുന്നത്. ഇനി എംപ്ലോയർക്ക് പേയ്മെന്റ്, എംപ്ലോയർ എന്ത് ചെയ്യുന്നു? ഈ ഇങ്ങനെ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എംപ്ലോയർക്ക് പേയ്മെന്റ് ഡയറക്റ്റായി ഹോസ്പിറ്റലിൽ കൊടുക്കുകയും ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ റീഇംബേഴ്സ്മെന്റ് ആയിട്ട് തരികയും ചെയ്യാം. ഇങ്ങനെ വേണമെങ്കിൽ അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, എംപ്ലോയർ ഡയറക്റ്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിട്ടിയാലും ശരി, റീഇംബേഴ്സ്മെന്റ് ആയിട്ട് കിട്ടിയാലും ശരി, എങ്ങനെ വന്നാലും ഇതിന് പെർക്വിസിറ്റ് ഓക്കെയാണ്. ഇതിന് ബാലൻസ് ഉള്ളതാണ് ടാക്സബിൾ ആയിട്ട് മാറുന്നത്. ഓക്കെ, ഇനി ഇതിനോടൊപ്പം പിള്ളേരെ കൺഫ്യൂസ് ചെയ്യണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മെഡിക്കൽ ട്രീറ്റ്മെന്റും മെഡിക്കൽ അലവൻസും തമ്മിൽ കൺഫ്യൂസ് ആവാറുണ്ട് എല്ലാവർക്കും. ഓക്കെ, മെഡിക്കൽ അലവൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും നമ്മൾ അലവൻസിന്റെ പഠിച്ചാണ്, അത് ഫുള്ളി ടാക്സബിൾ ആണ്. ഫിക്സഡ് മെഡിക്കൽ അലവൻസ് ഫുള്ളി ടാക്സബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചാണ്. ഓക്കെ, ഈ മെഡിക്കൽ ട്രീറ്റ്മെന്റും മെഡിക്കൽ അലവൻസും തമ്മിൽ നിങ്ങൾ കൺഫ്യൂസ് ആക്കരുത്. മെഡിക്കൽ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ പെർക്കാണ്. ആ പെർക്ക് കാണേണ്ട വിധമാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഓക്കെ,
ഇനി ഇവിടെ എന്താണ് ഗ്രോസ് ടോട്ടൽ ഇൻകം മോർ ദാൻ 2 ലാഖിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുള്ളായിട്ടുള്ള ട്രാവലിംഗ് എക്സ്പെൻസും ടാക്സബിൾ ആയിരിക്കും. ലിമിറ്റ് നോക്കില്ല, 2 ലാഖിന് മേലെ വന്നിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ടുള്ള ട്രാവലിംഗ് എക്സ്പെൻസും എന്തായിരിക്കുള്ളൂ, ടാക്സബിൾ ആയിരിക്കും. അപ്പോൾ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കൺക്ലൂഡ് ചെയ്യാം. എന്താണ് നമ്മൾ ഇന്ന് പഠിച്ചതെന്നുള്ളത്? മെഡിക്കൽ എക്സ്പെൻസ്. ഓക്കെ, മെഡിക്കൽ ഫെസിലിറ്റി എന്ന് പറയുന്നത് ഇന്ത്യയിലും ഉണ്ട്, ഔട്ട്സൈഡ് ഇന്ത്യയിലും ഉണ്ട്. ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ എംപ്ലോയിക്കോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സാണ്, രണ്ട് വിധത്തിൽ. ഇന്ത്യയിലാണെങ്കിലും ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിലും എംപ്ലോയിക്കാണെങ്കിലും ഫാമിലി മെമ്പേഴ്സിനാണെങ്കിലും എന്താണ് മെഡിക്കൽ ഫെസിലിറ്റി ചെയ്യുവാണെങ്കിൽ അതിന് എക്സംഷൻ ഉണ്ട്, ടാക്സബിൾ ആണ് കേസും ഉണ്ട്. ഓക്കെ, ഇനി ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ഇനി ഫാമിലി മെമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരൊക്കെ വരും? സ്പൗസ്, ചിൽഡ്രൻ, അത് എന്തായാലും വരും. പിന്നെ പാരൻസും ബ്രദേഴ്സും സിസ്റ്റേഴ്സും ആണോ അവർ മെയിനായിട്ടും എംപ്ലോയിയെ ഡിപ്പെൻഡ് ചെയ്യണ്ടോ നോക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇന്ത്യയിൽ നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ കിട്ടുന്ന മെഡിക്കൽ എക്സ്പെൻസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെഡിക്കൽ ഫെസിലിറ്റിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. ഒന്ന് ടാക്സബിൾ എന്നും ഇനി ഒന്ന് എക്സംപ്റ്റഡ് എന്നും. അതിൽ എക്സംപ്റ്റഡ് ആയിട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് അതിനെ മൂന്നായിട്ട് എടുക്കാം. എന്താണ്? ഒന്ന് ഹോസ്പിറ്റൽ, ഇൻഷുറൻസ്, അതർ കേസസ്. ഹോസ്പിറ്റലാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം? ഒന്ന് ഗവൺമെന്റ് ഹോസ്പിറ്റലായിരിക്കണം, ഇനി ഒന്ന് എംപ്ലോയറുടെ തന്നെ ഹോസ്പിറ്റലായിരിക്കണം, അല്ലെങ്കിൽ ചീഫ് കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് അപ്രൂവ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അവിടെ എക്സംപ്ഷൻ കിട്ടുള്ളൂ. ഇൻഷുറൻസ് ആണെങ്കിൽ ആക്സിഡന്റ് ഇൻഷുറൻസോ ഹെൽത്ത് ഇൻഷുറൻസോ ഗ്രൂപ്പ് മെഡിക്കൽ ഇൻഷുറൻസോ ആണെന്നുണ്ടെങ്കിൽ അതിന് കിട്ടും. അതർ കേസസ് എന്ന് പറഞ്ഞാൽ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു മെഡിക്കൽ ഫെസിലിറ്റി ഓഫീസിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പെർക്വിസിറ്റ് ആയിട്ട് കിട്ടും. അതേപോലെ തന്നെ COVID-19 വന്ന സമയത്ത് COVID-19 ബാധിച്ചിട്ടുണ്ടോ എംപ്ലോയിക്കാണെങ്കിലും ഫാമിലി മെമ്പേഴ്സിനാണെങ്കിലും അതിന്റെ ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടോ, അതിന് റീഇംബേഴ്സ്മെന്റ് കിട്ടിയിട്ടുണ്ടോ അതിവിടെ കാണിക്കാം. അതേപോലെ തന്നെ എന്തുകൊണ്ട് ചെയ്യാം? അതിന് റിലേറ്റഡ് ആയിട്ട് കോവിഡ് റിലേറ്റഡ് ആയിട്ട് ഏതെങ്കിലും ഒരു അസുഖം വന്നിട്ടുണ്ട്, എത്ര വരേക്കും? 6 മാസത്തിനുള്ളിൽ വരേക്കും വന്നിട്ടുണ്ടെങ്കിൽ അതും ഇതിൽ ആപ്ലിക്കബിൾ ആവും. ഓക്കെ, ഇനി ഔട്ട്സൈഡ് ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഔട്ട്സൈഡ് ഇന്ത്യയിലാണെങ്കിൽ എംപ്ലോയിക്ക് പോവാം, അതേപോലെ തന്നെ അതിന്റെ ഫാമിലി മെമ്പേഴ്സിന് കിട്ടും. അത് കൂടെ ആരാണെങ്കിലും അതിന്റെ കൂടെ ഒരാൾക്കും കൂടിയുള്ള എക്സ്പെൻസ് നമുക്ക് ഈ ഹെഡിൽ കാണിക്കാൻ പറ്റും. ഓക്കെ, ഇനി അതിൽ നമുക്ക് എന്തൊക്കെ വേണം? നമുക്ക് ട്രാവലിംഗ് വേണം, സ്റ്റേ വേണം, അവിടെ മെഡിക്കൽ ട്രീറ്റ്മെന്റ് നടത്തണം. ഈ 3 കാര്യങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് അല്ലെ? ട്രാവലിംഗ്, ട്രീറ്റ്മെന്റ് എക്സ്പെൻസും ഞാൻ വീണ്ടും ട്രാവലിംഗ് തന്നെ പറയണേ. ഓക്കെ, ട്രീറ്റ്മെന്റ് എക്സ്പെൻസ്, സ്റ്റേ എക്സ്പെൻസും ആണെന്നുണ്ടെങ്കിൽ ട്രീറ്റ്മെന്റ് എക്സ്പെൻസും സ്റ്റേ എക്സ്പെൻസും ആണ് നമ്മൾ ഫസ്റ്റ് നോക്കിയത്. എന്താണ്? അതിന് 2 കേസുണ്ട്, എക്സംപ്റ്റും ടാക്സബിൾ ആയിട്ട്. ട്രീറ്റ്മെന്റ് എക്സ്പെൻസും സ്റ്റേ എക്സ്പെൻസും ആണോ അത് RBI ലിമിറ്റ് പറഞ്ഞ അനുസരിച്ചായിരിക്കുള്ളൂ നമുക്ക് എന്ത് ചെയ്യണത്? എക്സംപ്റ്റ് വന്നത്. അതിന് മേലെ വന്ന RBI ലിമിറ്റിന് മേലെ വന്ന അത് ടാക്സബിൾ ആയിരിക്കുള്ളൂ. ആ ലിമിറ്റ് നമുക്ക് ക്വസ്റ്റ്യൻ തരും. ഇനി ട്രാവലിംഗ് എക്സ്പെൻസ് ആണോ? ട്രാവലിംഗ് എക്സ്പെൻസ് എങ്ങനെയാണ്? എക്സംപ്റ്റും ടാക്സബിളും ഉണ്ട്. ട്രാവലിംഗ് എക്സ്പെൻസ് ആണ് നോക്കണമെങ്കിൽ നമ്മുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ ഹെഡ്സും വരും, അതേപോലെ തന്നെ ഈ ട്രീറ്റ്മെന്റ് എക്സ്പെൻസും സ്റ്റേ എക്സ്പെൻസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ആ ഗ്രോസ് ടോട്ടലിങ് 2 ലാഖ് വരേക്കുമാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ അത് എക്സംപ്റ്റഡ് ആയിരിക്കും. ട്രാവലിംഗ് എക്സ്പെൻസ് ഫുൾ എക്സംപ്റ്റഡ് ആയിരിക്കും. അല്ല 2 ലാഖിന് മേലെ പോകുകയാണെന്നുണ്ടെങ്കിൽ ട്രാവലിംഗ് എക്സ്പെൻസ് എന്തായിരിക്കും? ഫുള്ളായിട്ട് ടാക്സബിൾ ആയിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. പിന്നെ നമ്മൾ മറന്നു പോകാതിരിക്കേണ്ടത് ഫിക്സഡ് മെഡിക്കൽ അലവൻസ് എന്ന് പറഞ്ഞാൽ ഇതല്ല. ഫിക്സഡ് മെഡിക്കൽ അലവൻസ് ഫുള്ളി ടാക്സബിൾ ആണ്. പിന്നെ എംപ്ലോയിക്ക് എങ്ങനെ വേണമെങ്കിലും എംപ്ലോയർ കൊടുക്കാം, ഒന്ന് റീഇംബേഴ്സ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ ഡയറക്റ്റ് ആയിട്ട് പേ ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും ഈ ഹെഡിൽ വരും. ഓക്കെ, സിമ്പിളായിട്ട് തീർത്തില്ലേ പോയിന്റ് മാത്രമായിട്ട്? ഇനി നമ്മുടെ മെറ്റീരിയൽ കൊടുത്തിരിക്കുന്ന ഒരു ഇല്ലസ്ട്രേഷൻ നോക്കാം. ഇവിടെ നമുക്ക് ഫാമിലി മെമ്പേഴ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലെ? അതിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഏതൊക്കെ ടാക്സബിൾ ആവും, ഏതൊക്കെ എക്സംപ്റ്റഡ് ആവും എന്നുള്ളത്. Find the taxable amount of PERC in the following cases. Y has been allowed a fixed medical allowance of rupees 2000 per month. ഫിക്സഡ് മെഡിക്കൽ അലവൻസ്. ഫിക്സഡ് മെഡിക്കൽ അലവൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ ടാക്സബിൾ ആവും. അതെന്താവും? ഫുള്ളായിട്ട് ടാക്സബിൾ ആവും. 2000 × 12 24,000 ഫുള്ളായിട്ട് ടാക്സബിൾ ആവും. ഓക്കെ, ഇനി സെക്കൻഡ് കേസ് എന്താണ്? അപ്പാർട്ട് ഫ്രം റീഇംബേഴ്സ്മെന്റ് ഓഫ് പെറ്റി മെഡിക്കൽ ബിൽ ഓഫ് 25,000 ഇസഡ് ആൻഡ് ഹിസ് ഫാമിലി ഗെറ്റ് മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഇൻ എ ഡിസ്പെൻസറി മെയിൻറ്റെയിൻഡ് ബൈ ദ എംപ്ലോയർ. ഓക്കെ, അത് ഡിസ്പെൻസറി മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? എംപ്ലോയറുടെയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു അല്ലെ, ഗവൺമെന്റ്, എംപ്ലോയർ അല്ലെങ്കിൽ
ചീഫ് കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് ആരെങ്കിലും അപ്രൂവ് ചെയ്തിട്ടുള്ള ഇതായിരിക്കണമെന്ന്. അപ്പോൾ ഇവിടെ എംപ്ലോയർ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് അത് നമുക്ക് കുഴപ്പമില്ലാത്ത കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇനി എന്താ പറയുന്നത്, വാല്യൂ ഓഫ് ഫെസിലിറ്റി പ്രൊവൈഡഡ് ടു ഇസഡ് ആൻഡ് ഹിസ് ഫാമിലി മെമ്പർ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ ആർ എസ് ഫോളോസ്. ഇസഡിൻ്റെയും ഫാമിലി മെമ്പേഴ്സിൻ്റെയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ്? ഇസഡിന് 2000 ഉണ്ട്. അവർക്ക് തന്നെയാണെന്നുണ്ടെങ്കിൽ എന്താണ്, അവിടെ എന്തെങ്കിലും വരുമോ? ഇല്ല, അവരുടെ എമൗണ്ട് എടുക്കേണ്ട കാര്യമില്ല. മിസ്സിസ് ഇസഡ് ആണെങ്കിലോ അതും വരില്ല അല്ലേ. മേജർ സൺ ഓഫ് ഇസഡ് ഇൻഡിപെൻഡന്റ് ആണ്, പക്ഷെ സണ്ണാണ്. സണ്ണിന് അവിടെ ഇൻഡിപെൻഡന്റ് ആണോ ഡിപെൻഡ് ആണോ നോക്കേണ്ട കാര്യമില്ല അല്ലേ, അവർക്കും കിട്ടും. മൈനർ ഡോട്ടർ തീർച്ചയായിട്ടും കിട്ടും. ഡിപ്പെൻഡന്റ് യങ്ങർ ബ്രദർ, യങ് ബ്രദർ, പാരൻസ്, ബ്രദർ, സിസ്റ്റർ വരെ വന്നിടത്ത് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഡിപ്പെൻഡ് ആണോ ഇൻഡിപെൻഡന്റ് ആണോ നോക്കണം. ഇവിടെ ഡിപ്പെൻഡന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അവരുടെ എമൗണ്ടും എന്തായിട്ടാണ് നമുക്ക് അവിടെ എമൗണ്ടും വരും. ഓക്കെ, രണ്ടിലായിട്ട് എടുക്കാം. ഇനി ഇൻഡിപെൻഡന്റ് യങ്ങർ സിസ്റ്റർ, ഇൻഡിപെൻഡന്റ് യങ്ങർ സിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ എന്താണ്, ഇൻഡിപെൻഡന്റ് ആണ്, ഡിപ്പെൻഡന്റ് അല്ല, അതുകൊണ്ട് തന്നെ അതെന്താണ് ടാക്സബിൾ ആയിട്ട് എടുക്കണം. ഡിപ്പെൻഡന്റ് സിസ്റ്റർ ഇൻ ലോ, സിസ്റ്റർ ഇൻ ലോയുടെ കാര്യമൊന്നും ഇതിൽ പറയണില്ല, അപ്പോൾ അതെന്താണ്, അതും ടാക്സബിൾ ആയിട്ട് എടുക്കണം. പിന്നെ മേലെ പറഞ്ഞിട്ടുണ്ട് മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് കിട്ടുമെന്ന്, ആ എമൗണ്ട് കൂടി ചേർത്ത് ആ 3 എമൗണ്ട് മാത്രമേ നമുക്ക് ടാക്സബിൾ പെർക്വിസിറ്റ് ആയിട്ട് എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഇനി ഇല്ലസ്ട്രേഷൻ 31. Himalaya Limited reimburses the following expenditure on medical treatment of the son of an employee Karan. The treatment was done at എവിടെയാണ്, UK-ലാണ്. ട്രാവലിംഗ് എക്സ്പെൻസ്, സ്റ്റേ എക്സ്പെൻസ് അറ്റ് UK പെർമിറ്റഡ് ബൈ RBI 45,000. കണ്ടോ, RBI പെർമിറ്റ് എന്താണെന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ട്. ആക്ച്വൽ എക്സ്പെൻസ് 70,000 ആണ്, RBI പെർമിറ്റ് ചെയ്തിരിക്കുന്ന 45,000 ആണ്. മെഡിക്കൽ എക്സ്പെൻസ് എന്ന് വെച്ചാൽ RBI പെർമിറ്റ് ചെയ്തിരിക്കുന്ന 50,000 ആണ്, ആക്ച്വൽ എക്സ്പെൻസ് 70,000 ആണ്. ഇനി എന്താണ്, കമ്പ്യൂട്ട് ടാക്സബിൾ പെർക്വിസിറ്റ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇഫ് ഹിസ് ആനുവൽ ഇൻകം ഫ്രം സാലറി ബിഫോർ കൺസിഡറിംഗ് മെഡിക്കൽ ഫെസിലിറ്റി പെർക്വിസിറ്റ് വാസ് 1,50,000, 2 കേസായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ് അവരുടെ ആനുവൽ ഇൻകം എന്ന് പറയുന്നത്, ഒരു കേസിൽ 1,50,000, രണ്ടാമത്തെ കേസിൽ 2,00,000 ആണ്. പക്ഷേ മെഡിക്കൽ ഫെസിലിറ്റി പെർക്വിസിറ്റ് എടുക്കുന്നതിന് മുന്നേയുള്ള ആനുവൽ ഇൻകം ആണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ പ്രത്യേകം പറഞ്ഞേ, നമുക്കവിടെ ട്രാവലിംഗ് കാണണമെന്നുണ്ടെങ്കിൽ ഗ്രോസ് ടോട്ടൽ ഇൻകം എടുക്കണം. ഗ്രോസ് ടോട്ടൽ ഇൻകം എടുക്കണമെന്നതിൻ്റെ കൂടെ തന്നെ എന്ത് എടുക്കാം, ഈ ട്രാവലിങ്ങിൻ്റെയും ട്രീറ്റ്മെൻറ്റിൻ്റെയും സ്റ്റേയുടെയും എന്തെടുക്കണം, അതിൻ്റെ പെർക്വിസിറ്റ്, ടാക്സബിൾ ആയിട്ട് പെർക്വിസിറ്റ് കൂടി ആഡ് ചെയ്യണം അല്ലേ. അതുകൊണ്ടാണ് അവരങ്ങനെ കുറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് നോക്കാം, ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് മെഡിക്കൽ എക്സ്പെൻസും സ്റ്റേ എക്സ്പെൻസിനുള്ളത് ആദ്യം കാണണം, അത് കഴിഞ്ഞിട്ട് ട്രാവലിംഗ് കാണാൻ പാടുള്ളൂ അല്ലേ. മെഡിക്കൽ എക്സ്പെൻസ് എന്താണ്, നമുക്ക് RBI പെർമിറ്റ് 50 ആണ്, ഇതിൽ ആക്ച്വൽ എത്രയായി 70 ആയി. അപ്പോൾ ബാലൻസ് RBI ലിമിറ്റ് വരേക്കും നമുക്ക് എക്സെപ്ഷൻ ഉള്ളൂ അല്ലേ. 50,000 വരേക്കും നമുക്ക് എക്സെപ്ഷൻ ഉണ്ട്. ബാലൻസ് അഡീഷണൽ വന്ന 20,000 എന്താവും, 20,000 നമുക്ക് ടാക്സബിൾ ആവും. സ്റ്റേ എക്സ്പെൻസിൻ്റെ കേസിൽ 45,000 വരേക്കും RBI പെർമിറ്റ് ഉണ്ട്. ആക്ച്വൽ എക്സ്പെൻസ് എന്താണ്, 70,000 ആണ്. ബാലൻസ് ഉള്ള 25,000 എന്താവും, രണ്ട് കേസിലും ഒരേപോലെ തന്നെ ടാക്സബിൾ ആവും. ഓക്കെ, ഇനി മൂന്നാമത്തെ കേസായിട്ടാണ് നമ്മൾ ട്രാവലിംഗ് എടുക്കേണ്ടത്. ട്രാവലിംഗ് എടുക്കാൻ നേരത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഫസ്റ്റ് കേസിൽ ഗ്രോസ് ടോട്ടലിംഗ് എത്രയാണ്, 1,50,000 ആണ്. ആ 1,50,000ന്റെ കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ രണ്ട് എക്സ്പെൻസും കൂടി ആഡ് ചെയ്യണം. ടാക്സബിൾ പോർഷൻ മാത്രം ആഡ് ചെയ്യണം. ടാക്സബിൾ പോർഷൻ എത്രയാണ്, ഒന്നിന് 20 അടുത്തതിന് 25 ആണ്. ആ 1,50,000 കൂടെ 20 25 കൂടെ ആഡ് ചെയ്യാൻ നേരത്ത് 1,95,000 വരുള്ളൂ അല്ലേ. അപ്പോൾ എന്തായാലും 2,00,000 മേലെ പോയിട്ടില്ല. 2,00,000 വരേക്കും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ട്രാവലിംഗ് എക്സ്പെൻസ് ഫുള്ളായിട്ട് നില്ലാക്കി കളയാം, എക്സംഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ 2,00,000 മേലെ പോകാത്തതുകൊണ്ട് ഫസ്റ്റ് കേസിൽ എന്താണ് നില്ലായിട്ട് എടുത്തു ട്രാവലിംഗ് കോസ്റ്റ്. സെക്കൻഡ് കേസ് നോക്കി, ഓൾറെഡി ആനുവൽ ഇൻകം എത്രയുണ്ട്, 2,00,000 ഉണ്ട്. ഓക്കെ, ഇനി അവരുടെ ഈ ടാക്സബിൾ എന്ന് പറഞ്ഞാൽ 45,000 കൂടി ആഡ് ചെയ്യുമ്പോൾ 2,45,000 വരും. അപ്പോൾ എന്തായിട്ട് വരും, 2,00,000 മേലെ വന്നു. അപ്പോൾ അതെന്തായി, അത് ഫുള്ളായിട്ട് എന്തായിട്ട് മാറി, ടാക്സബിൾ ആയിട്ട് മാറി. ട്രാവലിംഗ് എക്സ്പെൻസ് ഫുൾ ടാക്സബിൾ ആയിട്ട് മാറി. ട്രാവലിംഗ് എക്സ്പെൻസ് എത്ര ഉണ്ടായിരുന്നു, 1,15,000 ഉണ്ടായിരുന്നു, അത് ഫുള്ള് ടാക്സബിൾ ആയിട്ട് മാറി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കേസിൽ 45,000 മാത്രമാണ് ടാക്സബിൾ പെർക്വിസിറ്റ് ആയിട്ട് മാറുന്നത്. സെക്കൻഡ് കേസിൽ 1,60,000 ടാക്സബിൾ പെർക്വിസിറ്റ് ആയിട്ട് മാറി. ഓക്കെ, ഒരു ഐഡിയക്ക് വേണ്ടിയിട്ടാണ് ഇല്ലസ്ട്രേഷൻ. നിങ്ങൾക്ക് ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ എന്താണ് സ്റ്റഡി പ്ലാനൊക്കെ ഇട്ടിട്ടുണ്ട്. അതനുസരിച്ച് നമ്മൾ സൺഡേ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എല്ലാം കൊടുക്കുന്നുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക. നിങ്ങൾ ജോയിൻ ചെയ്യണം. ഓരോ ടാസ്കും കംപ്ലീറ്റ് ചെയ്യണ അനുസരിച്ചായിരിക്കുള്ളൂ അതിൽ അടുത്തടുത്ത ടാസ്ക് തരണതും അടുത്തടുത്ത ക്വസ്റ്റ്യൻസ് തരണതും. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കാം. താങ്ക് യു.